ശ്രീ ഷാഫി പറമ്പിലിന്റെ പേരിൽ ഒരു അശ്ലീല വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാണ് പ്രചരണം തുടങ്ങിയത്. സ്ഥാനാർത്ഥി തന്നെ അവസാനം പറഞ്ഞു അത് വീഡിയോ ഇല്ല എന്നവർ സ്ഥിരീകരിച്ചു. അതിനുശേഷം വ്യാജ വീഡിയോകൾ ഉണ്ടാക്കി ഷാഫി പറമ്പിലിനെതിരായി അതിരൂക്ഷമായ വർഗീയ പ്രചരണം നടത്തുകയാണ്. തുടക്കത്തിൽ നടന്ന ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള പ്രചരണം, ഷാഫി പറമ്പിൽ മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്ന ആളല്ല, CIAയുടെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ ആളല്ല, ഇങ്ങനെ ഒരു മുസ്ലിം വിഷയങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു മുസ്ലിമാണ് എന്നായിരുന്നു ആദ്യത്തെ വീഡിയോ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രണ്ടാമത് എന്താ പറഞ്ഞത്? സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ വീഡിയോ ഇറങ്ങുന്നു. എന്താണ്? ഷാഫി എന്താ ഒരു മുസ്ലിം പക്ഷപാതിയാണ്, ഷാഫിയെ പോലെ ഒരു കാഫിറിനാണോ നിങ്ങൾ വോട്ട് ചെയ്തത് എന്നുള്ള വീഡിയോ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വളരെ വ്യാപകമായി സൈബർ സഖാക്കൾ ഷാഫിക്കെതിരായിട്ടുള്ള ഈ വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണ്. ആ പ്രദേശത്ത് നിലനിൽക്കുന്ന സമുദായ സൗഹാർദ്ദം തകർക്കാൻ, അവിടെ ഒരു വർഗീയമായ വിദ്വേഷം ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ പ്രചരണം നടത്തുന്നത്. ഏതായാലും ആ പ്രചരണത്തിനെതിരായുള്ള ശക്തമായ മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഈ അവരുടെ ക്യാമ്പയിനെ നേരിടാനുള്ള പ്രചരണം ഏറ്റെടുക്കാൻ KPCC തീരുമാനിച്ചിരിക്കുകയാണ്. UDFന്റെ നേതൃത്വത്തിൽ 11-ാം തീയതി അവിടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ CPMന്റെ അല്ലെങ്കിൽ അവരുടെ അനുഭാവികളുടെ സൈബർ സഖാക്കളുടെ ഈ പ്രചരണത്തിന് ശക്തിയായി അതിന് മറുപടി പറയാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി മതേതരത്വത്തെക്കുറിച്ച് പ്രചരണം നടത്തേണ്ടത് പുറത്തല്ല, അവരുടെ പാർട്ടിക്കകത്താണ് എന്നവരെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചരണം മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ നടത്തിയാൽ പോരാ. അടിയുറച്ച മതേതര വിശ്വാസികളാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെങ്കിൽ ഷാഫിക്കെതിരായി നടത്തുന്ന ഈ വർഗീയ വിദ്വേഷ പ്രചരണത്തെ അവസാനിപ്പിക്കാനും അവരെ പാർട്ടിക്കകത്ത് ഒരു മതേതരത്വ പ്രചരണം നടത്താനും അവർ തയ്യാറാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഉണ്ടാകുന്ന പ്രചരണങ്ങൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറഞ്ഞ് അവിടെ അവസാനിക്കും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വ്യാപകമായി നടത്തുന്നതുകൊണ്ട് അത് നോക്കിയിരിക്കാൻ സാധ്യമല്ല. UDF അതിനെതിരായിട്ട് ശക്തമായി തന്നെ 11-ാം തീയതി വടകരയിൽ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. KPCC ഇതിനെതിരായി ക്യാമ്പയിൻ നടത്താൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്.